أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاذكروني أذكركم واشكروا لي ولا تكفرون. واذكروا الله كثيرا لعلكم تفلحون. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم: لا تكثروا الكلام بغير ذكر الله، فإن كثرة الكلام بغير ذكر الله تورث قسوة القلب وأبعد الناس من الله القلب القاسي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. മനുഷ്യരായ നമ്മെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് വിശേഷ ബുദ്ധിയോടുകൂടെയാണ്, മറ്റുള്ള നാൽക്കാലിയെ പോലെയല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു: ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ. എന്നെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകൾ ഞാൻ തന്നിട്ടുണ്ട്. ആ നിഅമത്തിനെ മറികടക്കാൻ, അല്ലാഹു തന്ന നിഅമത്ത് ഊരിക്കളയാൻ അല്ലാഹുവിനെ മാത്രമേ സാധിക്കൂ. അപ്പോൾ അല്ലാഹു തന്ന നിഅമത്തിന് നമ്മൾ എപ്പോഴും അല്ലാഹുവിന് ശുക്ർ ചെയ്യണം, അല്ലാഹുവിനെ ഓർക്കണം, അല്ലാഹുവിനേക്ക് ദിക്റ് ചൊല്ലണം, തഹ്ലീൽ ചൊല്ലണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിലൂടെ പഠിപ്പിക്കുന്നു: വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ കൂടുതലായി അല്ലാഹുവിനെ സ്മരിക്കുക, എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാം, നിങ്ങൾ വിജയികളാകും. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർമ്മയില്ലാതെ എങ്ങനെയെങ്കിലും ജീവിക്കുക. അല്ലാഹു തന്ന നിഅമത്തിനെ മറികടന്നുകൊണ്ട്, അല്ലാഹുവാണ് നമുക്ക് സമ്പത്ത് നൽകുന്നത്, അല്ലാഹുവാണ് നമുക്ക് ആരോഗ്യം നൽകുന്നത്, അല്ലാഹുവാണ് നമുക്ക് സന്താനങ്ങൾ തന്നത്, നമുക്ക് വീട് തന്നത്, എല്ലാം തരുന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ ഓർക്കാതെ നിങ്ങൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചങ്ങാതികൾ ശൈത്താനായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അല്ലാഹു തന്ന നിഅമത്തിനെ മറികടന്നുകൊണ്ട് നിങ്ങൾ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളെ വിദൂരമാക്കി കളയോ. അല്ലാഹു എല്ലാവർക്കും നിഅമത്ത് ചെയ്യുന്നവനും റഹ്മത്ത് ചെയ്യുന്നവനുമാണ്. അല്ലാഹു നിഅമത്ത് തന്ന് അനുഗ്രഹിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. അതുകൊണ്ട് തന്നെ അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നു: ومن يعش عن ذكر الرحمن نقيض له الشيطان فهو له قرين. അല്ലാഹുവിന്റെ സ്മരണയെ തൊട്ട് തെറ്റ് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഞാൻ ശൈത്താനിനെ ഏർപ്പെടുത്തി കൊടുക്കോ. അവന്റെ ചങ്ങാതിയായിരിക്കും ആര്? ശൈത്താൻ. അപ്പൊ അല്ലാഹുവിന്റെ റൂട്ടിലല്ലാതെ, അല്ലാഹു നിശ്ചയിച്ച റൂട്ടിലല്ലാതെ നിങ്ങൾ പുതിയ റൂട്ട് കണ്ടെത്തി ജീവിച്ചാൽ ആ
ജീവിക്കുന്നവര് അല്ലാഹു ശൈത്താന്മാരെ ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. അവന്റെ ചങ്ങാതിമാർ ശൈത്താന്മാരായിരിക്കും. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നല്ലവരോടുകൂടെ കൂട്ടാളികളെ തിരഞ്ഞെടുക്കുമ്പോ നല്ലതായ ജനങ്ങളെ, നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്ത്, അഥവാ വല്ല ദിക്റിന്റെ മജ്‌ലിസും വാദിന്റെ മജ്‌ലിസും ഒക്കെ നടക്കുമ്പോ ആ നല്ല മജ്‌ലിസിൽ പങ്കെടുത്ത് നമ്മുടെ ഉസ്താദുമാര് തരുന്ന ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ എങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു, ആശ്രയത്തോടുകൂടെയാണ് ഞാനും നിങ്ങളും പിൻപറ്റേണ്ടത്. നമ്മൾ പുതിയൊരു റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ആ റൂട്ട് അല്ലാഹു ഇഷ്ടപ്പെടൂല, അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഖിറത്ത് രക്ഷപ്പെടണം. നമ്മൾ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരണപ്പെടണം. എന്നാൽ അങ്ങനെ മാത്രം പോരാ, ഈമാൻ സലാമത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നല്ല ജനങ്ങളോടുകൂടെ അതാ നാളെ റബ്ബിന്റെ മുന്നിൽ ചെല്ലുന്ന സമയത്ത് അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വർഗ്ഗത്തിൽ പോകണം. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത്. ഒരു മുസ്ലിമായ മനുഷ്യൻ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. അതല്ലാതെ ഏതെങ്കിലും റൂട്ടിൽ ജീവിക്കുക, എങ്ങനെയെങ്കിലും ജീവിക്കുക, അതേ നന്മ ഒഴിവാക്കി നിസ്കാരം ഖളാക്കി അഥവാ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ തോന്നിയ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഇഷ്ടപ്പെടൂല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. അല്ലാഹുവിനെ സ്മരിക്കാൻ ഏറ്റവും മഹത്തായ കാര്യം അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അറിയുന്നവനാകുന്നു. അല്ലാഹുവിനെ സ്മരിക്കൽ ഏറ്റവും മഹത്തായ കാര്യം അല്ലാഹുവിനെ ഓർക്കുക, അവനെ ഇഷ്ടപ്പെടുക. അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വർഗ്ഗത്തിൽ പോകണം. അവിടുത്തെ ഹൗലുൽ കൗസർ മുക്കി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് സ്വൽപ്പം വാങ്ങി കുടിക്കണം. അതിനെന്ത് വേണം? ഹബീബായ തങ്ങളെ സ്നേഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കണം. എന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ സംസാരം കൂടുതൽ സംസാരിക്കരുത്, അനാവശ്യമായ സംസാരം ഒഴിവാക്കുക. അല്ലാഹുവിന്റെ ദിക്റല്ലാതെ, കാരണം അല്ലാഹുവിന്റെ ദിക്റല്ലാതെ, നല്ല സംസാരമല്ലാതെ നിങ്ങൾ അനാവശ്യമായി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഖൽബ് ഖറബിരുണ്ടു പോകും. അത് പിന്നെ കഴുകിക്കളയാൻ വളരെ പ്രയാസപ്പെടും. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ കലാമല്ലാതെ, നല്ല സംസാരമല്ലാതെ ചീത്തയായ സംസാരത്തിൽ നിന്ന് എപ്പോഴും അവൻ ഒഴിവായിരിക്കും. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. ശുദ്ധമായ ഖുർആൻ, ശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു, അല്ലാഹുവിലേക്കുള്ള സ്മരണ കൊണ്ട് ഹൃദയം സമാധാനിക്കുന്നവരാണ് വിശ്വാസികൾ. അപ്പൊ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുക. മനുഷ്യന് എന്ത് പ്രയാസങ്ങളുണ്ടോ, എന്ത് ബുദ്ധിമുട്ടുകളുണ്ടോ, ആ പ്രയാസങ്ങളെല്ലാം നീങ്ങാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട്, ദിക്ർ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക, ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള
സകലമാന മുഷിപ്പുകളും മാറി നല്ല തഖ്വയിലായി ഖൽബ് ശുദ്ധിയായി നല്ലൊരു അഭിവൃദ്ധി അവനിക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ദിക്റ് ചൊല്ലുക, തഹ്ലീൽ ചൊല്ലുക, ദുആ ചെയ്യുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക. എന്നാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ആ ദിക്റും സ്വലാത്തും കാരണമാണ്. നിങ്ങൾ എപ്പോഴും അതേ എല്ലാ വീടുകളിലും ആഴ്ചയിൽ എല്ലാ വ്യാഴാഴ്ചയും മഹ്ദറത്തുൽ ബദ്രി ചൊല്ലി നിങ്ങൾ എല്ലാ കുട്ടികളെയും ഭാര്യയെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി നിങ്ങൾ മഹ്ദറത്തുൽ ബദ്രി ചൊല്ലി ബദ്രീങ്ങളെ പേര് പറഞ്ഞു ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി അല്ലാഹ് അല്ലാഹ് എന്നുള്ള ദിക്റ് ചൊല്ലി. എന്നാൽ എല്ലാ പ്രയാസങ്ങളും നീങ്ങി അവന് സമാധാനം ലഭിക്കുന്നതാണ്. എല്ലാ ശൈത്താന ശർറും എല്ലാ ശൈത്താന്മാരും ആട്ടിയോടിക്കപ്പെടുന്ന ദിക്റാണ് ബദ്രീങ്ങളെ പേര്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തും ചൊല്ലി ദുആ ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന് സമാധാനമാണ്, ഹൃദയത്തിന് സന്തോഷമാണ്. ആ വീട്ടിൽ ഖൈർ ലഭിക്കും, ബറക്കത്ത് ലഭിക്കും, ഭക്ഷണത്തിൽ വിശാലത ലഭിക്കും. ഇതിനൊക്കെയുള്ള പവർ സ്വലാത്തും ദിക്റും ചൊല്ലൽ കൊണ്ട് മാത്രമാണ്. നല്ലവരായ ജനങ്ങളിൽ ഉൾപ്പെടുത്തി നാളെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സ്വർഗ്ഗത്തിൽ പോകാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.